അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണം വന്നപ്പോൾ ഭീകരവാദികൾ വന്നേന്ന് പറഞ്ഞ് നമ്മുടെ കേരളത്തിലെ പള്ളിയിൽ പോകുന്ന അസനാർ കുഞ്ഞു കാക്കായിക്കും അഹമ്മദ് കുഞ്ഞു കാക്കായിക്കും അന്തർമാൻ കുഞ്ഞു കാക്കായിക്കും ഒന്നും കിടക്കപ്പുറത്തി നൽകിയില്ല. പിറ്റേന്ന് മുതൽ അങ്ങ് തുടങ്ങിയില്ലേ അവിടുത്തെ ഭീകരവാദം കണ്ടോ, താലിബാൻ ഭീകരവാദികളെ കണ്ടോ. നമ്മുടെ CPIMൻ്റെയും ചില ബുദ്ധിജീവികൾ അവിടെ താലിബാൻ വരുന്നത് കണ്ട് ഭയങ്കരമായി ഞെട്ടിത്തരിച്ച് ഉറക്കം ഒഴിഞ്ഞ് ചാടി എഴുന്നേറ്റ ബുദ്ധിജീവികളൊക്കെ ഉണ്ട്. ആ ബുദ്ധിജീവികളെല്ലാം ജീവിച്ചിരിക്കെ ഈ വിദ്വേഷം മുഴുവൻ ഇസ്ലാം മതത്തിൽപ്പെട്ട മുസ്ലിം പേരുകാരായ സഹോദരന്മാരെ പോലെ അയൽപ്പക്കത്ത് ജീവിക്കുന്ന, ഒരുമിച്ച് ജീവിക്കുന്ന, ഒരു നാട്ടിൽ പ്രസവിച്ചു വളർന്ന സഹോദരങ്ങൾക്ക് നേരെ ഏറ്റവും നികൃഷ്ടമായ ഭാഷയിൽ പ്രയോഗിച്ചവരെല്ലാവരും 2 ദിവസമായി അണ്ണാക്കിൽ നല്ല നീളമുള്ള ഏത്തപ്പഴം തിരികിയ മാതിരി നിശബ്ദരാണ്. ശ്വാസം പോകുന്നുണ്ട്, കണ്ണു തുറക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, ആംഗ്യങ്ങളിലൂടെ വർത്തമാനം പറയുന്നുണ്ട്, ഓ ഓ ഓ എന്ന് പറയുന്ന ചില ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് ആശയസമ്പുഷ്ടമായ വാക്കുകൾ ചേർന്നവയൊന്നും പുറത്തു വരുന്നില്ല. എന്താ കാര്യം? താലിബാൻ്റെ മന്ത്രി പച്ച പരവതാനി വിരിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയുമായി വലിയ നീണ്ട തകർപ്പൻ ചർച്ചകൾ. എന്നിട്ടോ ഇവിടുത്തെ സംഘി കുഞ്ഞുങ്ങളും പിന്നെ ക്രിസംഗി കുഞ്ഞുങ്ങളും എല്ലാം പറഞ്ഞത് ഇന്ത്യയിലെയും കേരളത്തിലെയും മുസ്ലിങ്ങൾക്കാണ് അഫ്ഗാനുമായി ബന്ധം, യവന്മാരെല്ലാം താലിബാനികളാണ്, ഭയങ്കരമാണ്, ആനയാണ്, ചേനയാണ് എന്ന് പറഞ്ഞിട്ട് ആ താലിബാൻ മന്ത്രിയെ ഇന്ത്യയിൽ കൊണ്ടുവന്നെന്ന് മാത്രമല്ല, പത്രസമ്മേളനത്തിൽ ഇന്ത്യൻ വനിതകൾ ആരും, ജേർണലിസ്റ്റുകളെ ആരും ഇരുത്താതിരിക്കാൻ ശ്രദ്ധിക്കുകയും സഹായിച്ചു കൊടുക്കുകയും ചെയ്തു. ഇന്ത്യയെപ്പോലെ ഒരു വലിയ രാജ്യം, എല്ലാ ബഹുസ്വരതയും എല്ലാ സ്വാതന്ത്ര്യവും നീതിയും ഒക്കെ ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന ഇടയ്ക്കിടെ പ്രധാനമന്ത്രി പറയാറുണ്ടല്ലോ ലോകത്തിലെ ജനാധിപത്യത്തിൻ്റെ മാതാവെന്ന്. ആ രാജ്യത്ത് എവനെപ്പോലുള്ള ഒരുത്തം വരുമ്പോൾ നീ ഇവിടെ പത്രസമ്മേളനം നടത്തേണ്ട, പോകാൻ പറയാനുള്ള തണ്ടുറപ്പ് വേണ്ടേ? ആ തണ്ടുറപ്പില്ലാതെ ആർക്കെതിരെയും നിലപാടെടുക്കാൻ വയ്യാതെ കൂട്ടത്തിലുള്ള ഈ രാജ്യത്തിനകത്തുള്ള ഉത്തർപ്രദേശിലെയും ഉത്തരേന്ത്യയിലെയും കുറച്ച് മുസ്ലിം പേരുകാരുടെ പുറത്ത് കയറിയാണോ ആണത്തം കാണിക്കുന്നത്? അതാണോ തൻ്റെ ഇടം? അതാണോ നീതിബോധം? സത്യത്തിൽ എത്ര മോശമായ പ്രവൃത്തിയാണ് ചെയ്തത്. ഇവിടെയാണ് ഈ മതവൈരാഗ്യം പറയുന്ന, ഈ എന്താ പറയുന്നത്, മുസ്ലിം വിരോധം പ്രചരിപ്പിക്കുന്ന ആളുകളെക്കുറിച്ച് നിങ്ങൾക്ക് പൊതുസമൂഹത്തിന് ബോധ്യപ്പെടേണ്ടത്, പ്രത്യേകിച്ച് ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ട ആളുകൾക്ക്, ഈ കാൽ സംഘികൾക്കും പിന്നെ ക്രിസംഘികൾക്കും ബോധ്യപ്പെടേണ്ടത്. ഇവർക്കങ്ങനെ ജാതിയും മതവും ഭീകരവാദിയും ഒന്നും പ്രശ്നമല്ല. ഇവർക്ക് ഇവരുടെ കാര്യം നടക്കണം. അതിന് പാകിസ്ഥാനും ഇന്ത്യയും കൂടെ ക്രിക്കറ്റ് കളിച്ചാലും ഇവർക്കൊന്നുമില്ല. താലിബാൻ മന്ത്രി ഇന്ത്യയിൽ വന്നാലും ഇവർക്ക് പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ഇവരെ ന്യായീകരിച്ചുകൊണ്ട് പണിക്കരെ പോലുള്ളവൻ പ്രസ്താവനയായിട്ടിറങ്ങും, ജയശങ്കറിനെ പോലെയുള്ളവൻ മിണ്ടത്തില്ല, TG മോഹൻദാസിനെ പോലെയുള്ളവൻ ഏത് ദ്വാരത്തിലൂടെയാണോ ശ്വാസം വരുന്നത് ആ ദ്വാരത്തിലൂടെ ഇതിനെ ന്യായീകരിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഏതായാലും അയാളെ കൊണ്ടുവന്ന് ഈ പറയുന്ന പത്രസമ്മേളനം നടത്തി ആ പ്രവൃത്തി അപലപിക്കേണ്ടതാണ്, അതിൻ്റെ കാപഢ്യം മനസ്സിലാക്കേണ്ടതാണ്.